ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ ഒരു സ്പേസ് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ചെണ്ടുമല്ലി ഒത്തിരി ആയിപ്പോയി. അപ്പോൾ അത് അവിടെ നിന്നും കുറച്ച് ഈ സ്ഥലത്തേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു. കുറച്ചൊക്കെ കട്ട് ചെയ്ത് വയ്ക്കാനുമൊക്കെ. പക്ഷേ ഇവിടെ ഇപ്പോൾ ശംഖുപുഷ്പവും അങ്ങനെ കുറച്ച് പ്ലാന്റുകളാണ് നിൽക്കുന്നത്. അങ്ങനെ എടുത്ത് മാറ്റാനും തോന്നുന്നില്ല. എവിടെയൊക്കെ ഉണ്ട്. ഇനി ബാക്ക് സൈഡിൽ ഈ ഒരു കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ, വേറെ എല്ലാം ഫില്ലായി. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ കാട് പോലെ നിൽക്കുന്നത് കാരണം വേറെ ഒന്നും ചെയ്യാനും കഴിയുന്നില്ല. പിന്നെ അതുപോലെ എന്തെങ്കിലും വന്ന് കിടന്നാലും നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കട്ട് ചെയ്ത് എല്ലാം ഒതുക്കി കഴിഞ്ഞ ശേഷം നമുക്കിവിടെ കുറച്ച് ചെണ്ടുമല്ലിയും കൂടെ വയ്ക്കാമെന്ന് വിചാരിച്ചു. ചെണ്ടുമല്ലി കുറച്ച് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്ലവർ ആണെങ്കിലും നമുക്ക് ഷോപ്പിൽ കൊണ്ടു കൊടുത്താൽ എന്തെങ്കിലും ക്യാഷ് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്നുള്ള ഒരു ചെറിയൊരു ആഗ്രഹം. അപ്പം ഇത്രയും സ്ഥലവും കൂടിയേ ബാലൻസ് ഉള്ളൂ. അപ്പോൾ കണ്ട ഈ ചെടിയൊക്കെ ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ കുറച്ചൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഈ സ്ഥലം മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ വാരി വെച്ചേക്കുവാണ്. സ്പേസ് ഇല്ലാത്തത് കാരണം ഇങ്ങനെയൊക്കെയാണ് ഞാൻ വച്ചേക്കുന്നത്. ഇതുപോലൊരു റബ്ബർ കുട്ടയാണ്, അതിനകത്തും ചെടിയാണ് കണ്ട. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴേ എന്തെങ്കിലും വന്ന് കിടന്നു കഴിഞ്ഞാലും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ചെണ്ടുമല്ലി വച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പ്ലാന്റും ആവും, ഇതിനെ ഒതുക്കി വയ്ക്കാനും പറ്റും. കണ്ട, ഇതുപോലെ ഇവിടെ ഒരു ചട്ടി ഇരിപ്പുണ്ട്. വെയിലൊന്നും കിട്ടാതെ അതങ്ങ് ഇതായിപ്പോയി. ഇതിൽ ശംഖുപുഷ്പമാണെന്ന് തോന്നുന്നു ഈ ചട്ടി നിൽക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്കങ്ങ് മാറ്റി തറയിലോട്ട് വയ്ക്കാം. അപ്പം നമുക്കൊരു ചട്ടി കിട്ടുമല്ലോ. തറയിൽ എവിടെയെങ്കിലും ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് ഈ സ്പേസ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒതുക്കിയപ്പോൾ തന്നെ നമുക്കൊന്ന് കാണാൻ കഴിയും. മറ്റേത് ഇതെല്ലാം കൂടി ഇവിടെ ഇരുന്നിട്ട് നമുക്കത് ശരിയാവുന്നില്ല. ഇതൊരു മഞ്ഞളിൻ്റെ തൈയാണ്. ഇത് മഞ്ഞളാണ്. ഇതിൽ തന്നെ അങ്ങ് വെച്ച് കൊടുക്കാം. അതിൽ നിന്ന് ശംഖുപുഷ്പം ഞാനങ്ങ് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു തൈയും കൂടെ നിൽപ്പുണ്ട് കേട്ടോ, ശംഖുപുഷ്പം. അതും കൂടെ അങ്ങ് മാറ്റി കൊടുക്കാം. നമുക്ക് എല്ലാം കൂടി എന്തായാലും അങ്ങനെ വച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്താൽ ഇവിടെ അങ്ങ് നിന്നോളും. ശംഖുപുഷ്പത്തിന് വലിയ ഒരു കെയറിങ് ഒന്നും വേണ്ടല്ലോ. ഇതുപോലെ കണ്ട ശംഖുപുഷ്പവും വളരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഈ മഞ്ഞ കോളാമ്പി ചെടിയുണ്ടല്ലോ, അതും ഇതിൻ്റെ കൂടെ അങ്ങ് വളരുന്നുണ്ട്. ഇതെന്ത് ചെടിയാണെന്ന് അറിയില്ല, അതേതാണ് ഇതിൻ്റെ കൂടെ എന്നറിയില്ല. ഈ കവറിൽ നിൽക്കുന്നുണ്ട്. എല്ലാം കൂടെ നമുക്ക് ഒതുക്കി കൊടുക്കാം. കണ്ട, ഈ പ്ലാന്റ് ഒരു കുപ്പിയിൽ വെച്ചതാണ്. അതും ഇഷ്ടം പോലെ ആയിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ ചോദിച്ചോണേ. ഈ പ്ലാന്റൊക്കെ ഒത്തിരി ഉണ്ട്. ഈ പ്ലാന്റ്, ഈ മണി പ്ലാന്റ് ഇതുമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റും ഉണ്ട്. അതൊക്കെ വേണമെന്നുള്ളവർ വാട്സപ്പിൽ ചോദിച്ചാൽ മതി. ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടും വലിയ സെയിലൊന്നും നടന്നിട്ടില്ല. എൻ്റെ ഒരു ഇഷ്ടത്തിനാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് വയ്ക്കുന്നത്. പക്ഷേ സ്പേസ് ഇല്ലാത്തത് കാരണം അങ്ങനെ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് തോന്നുന്നത്. എന്ന് വെച്ചാൽ ഒന്നുകിൽ സെയിൽ നടക്കണം, ഇല്ലെങ്കിൽ നമുക്ക് സ്പേസ് ഉണ്ടായിരിക്കണം. അത് വെച്ച് ഭംഗി കണ്ടുകൊണ്ടിരിക്കുക. പക്ഷേ ഇത് രണ്ടും ഇല്ലാതെയാണ് ഞാനിരിക്കുന്നത്. അതായത് കണ്ട പനിക്കൂർക്കയുടെ ഇതാണ്. നമ്മളെല്ലാം കൂടെ വലിച്ചെടുത്തപ്പോൾ ഇതെല്ലാം കൂടി അങ്ങ് പോയി. അപ്പോൾ ഇതെല്ലാം കൂടെ ഇവിടെ തന്നെ ചട്ടിയിൽ വെച്ചിട്ട് പിന്നീട് നമുക്ക് നട്ടു കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇത്രയും സ്ഥലം കിട്ടിയില്ലേ, നമുക്ക് ചെണ്ടുമല്ലി ഇത്രയും ഭാഗത്ത് നമുക്ക് നട്ടു കൊടുക്കാമല്ലോ. സുഖമായിട്ട് നട്ടു കൊടുക്കാം. അതിന് വലിയ കെയറിങ്ങൊന്നും വേണ്ട. എന്താ ഇത്രയും സ്ഥലം കിട്ടിയല്ലോ. ഇവിടെ ഒരു ചെടിച്ചട്ടിയാണ് ഇരിക്കുന്നത്. എന്തെങ്കിലും ഇവിടെ കിടന്നാലും നമുക്ക് അറിയാൻ കഴിയില്ല. സ്ഥലം ഇല്ലാത്തത് കൊണ്ട് ഞെരുക്കിയാണ് വെച്ചിരിക്കുന്നത്. ഇവിടെയും 2 ചട്ടി ഇരിപ്പുണ്ട്. അത് ഞാൻ മാറ്റിയില്ല. അതിൻ്റെ ഇടയിൽ കൂടെ വാഴയും ഉണ്ട് കേട്ടോ. വാഴയും നിൽപ്പുണ്ട് എൻ്റെ കൂടെ കണ്ട. അപ്പോൾ ഇനി ഇവിടെ ഇത്രയും സ്പേസിൽ നമുക്ക് ചെണ്ടുമല്ലി വയ്ക്കാം. ചട്ടിയിലല്ല ഞാൻ വയ്ക്കാൻ പോകുന്നത്. ഇവിടെ ഇങ്ങനെ ഒരുക്കിയിട്ട് മണ്ണ് കിടപ്പുണ്ട് ഇവിടെ. അപ്പോൾ അവിടെ കുറച്ച് ചാണകപ്പൊടിയും എല്ലുപൊടിയും എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട്
വെയിലും കിട്ടുന്ന ഭാഗം തന്നെ, ഇവിടെ നല്ലോണം കിട്ടുന്ന ഭാഗം തന്നെയാണ്. അപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കാനും നമുക്ക് എളുപ്പമുണ്ട്, ഓസും കാര്യങ്ങളൊക്കെ താഴെയുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് ഒതുക്കിയിട്ട് നമുക്ക് ചെണ്ടുമല്ലി ഇവിടെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു 10 ചെണ്ടുമല്ലി വച്ച് പിടിപ്പിച്ചാൽ കുറച്ച് പൂക്കൾ കിട്ടുമല്ലോ നമുക്ക്. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് ലോട്ടസിൻ്റെ ട്യൂബേഴ്സൊന്നും ഇല്ല കേട്ടോ. കിട്ടുന്നത് തന്നെ സ്റ്റാറ്റസ് ഇടുമ്പം തന്നെ അതങ്ങ് തീർന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് സെയിൽ വീഡിയോ ഒക്കെ കുറവായിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഈ ചെടികൾ എനിക്കിന്നലെ സെയിലിനിട്ടിട്ട് വലുതായിട്ടൊന്നും പോയിട്ടില്ല. ചെടികൾ എനിക്ക് എല്ലാവരുടെയും കൈകളിലുള്ള ചെടികളാണല്ലോ കൂടുതലും ഉള്ളത്, അതുകൊണ്ടാണെന്നും തോന്നുന്നു, അറിയില്ല. എന്തായാലും സെയിൽ വന്നിട്ടില്ല അതിന്. അപ്പം ചെണ്ടുമല്ലി വെച്ചാൽ എനിക്ക് കുറച്ച് പൂക്കളെങ്കിലും കാണാമല്ലോ, സെയിലായില്ലെങ്കിലും. എനിക്ക് സാധാ പ്ലാന്റ് വെച്ചിട്ട് മനസ്സിനൊരു ഇതില്ല, എനിക്ക് സെയിലാകുന്നില്ല സാധാ പ്ലാന്റ്സ് ഒന്നേ. അപ്പോൾ അതൊരു മനസ്സിനൊരു വല്ലായികയാണ് അത് സെയിലാകാതെ പോകുമ്പോൾ. അതുകൊണ്ട് ഞാൻ വിളിച്ച് ചെണ്ടുമല്ലി ഇവിടെ നടാം. ഇനി സാധാ പ്ലാന്റ്സ് വാങ്ങിക്കുന്നത് നിർത്തി. ഞാൻ വാങ്ങി വെച്ചിട്ടും എനിക്ക് സെയിലൊന്നും നടക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ വെച്ച് ചെണ്ടുമല്ലി ഒന്ന് വച്ച് പിടിപ്പിക്കാമെന്ന്. അപ്പോൾ ഇനി ഇത്രയും ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇത്രയും സ്ഥലമേ ഉള്ളൂ കേട്ടോ. പിന്നെ അവിടെയൊക്കെ എല്ലാ സ്ഥലത്തും ഓരോന്നും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇത്രയും ഞാൻ സെറ്റ് ചെയ്തിട്ട് കാണിക്കാം. ഇതാ ഇത്രയും ചെണ്ടുമല്ലി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അവിടെ നട്ട് കഴിഞ്ഞ ശേഷം സ്ഥലം ഉണ്ടെങ്കിൽ വീണ്ടും കട്ട് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് താഴെ കൊണ്ട് നടാം. അപ്പം നമ്മുടെ ചെണ്ടുമല്ലിയെല്ലാം എന്താ ഇവിടെ നീറ്റാക്കി നട്ടിട്ടുണ്ട്, വെള്ളം ഒഴിച്ച് നിർത്തിയിട്ടുണ്ട്. ഇനി 2-3 ദിവസം കഴിയുമ്പോഴേ നല്ല നേരെ ആവത്തുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ അത് റെഡിയായി വരും. ഇപ്പോൾ കൂടുതലും ഞാൻ ഇതൊന്നും ഇട്ടിട്ടില്ല, വളമൊന്നും ചേർക്കാതെയാണ് നട്ടേക്കുന്നത്. ഇവിടെ കിടക്കുന്ന മണ്ണ് തന്നെയും വളമുള്ള മണ്ണാണ്. നമുക്ക് മിച്ചം വരുന്ന മണ്ണെല്ലാം നമ്മളിവിടെ കൊണ്ടിട്ടിട്ടാണ് ഈ ചെടികൾ വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്രയും തന്നെയാണ്. ഇനി വയ്ക്കാനായിട്ട് ഒരു വരിയും കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വയ്ക്കാം. ഇവിടെ നിന്നുള്ള വെള്ളം ഇങ്ങനെ പോകാതിരിക്കാൻ പറ്റത്തില്ല നമുക്ക്. അപ്പോൾ ഇത്രയും തന്നെയാണ് എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടമായവർ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.